ബഹുമാന്യനായ ഒരു പെറ്റ് പേരൻറ്റ് ഒരിക്കൽ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ പൂച്ചയ്ക്ക് പനിയാണ്. രാവിലെ ഒരു പാരസെറ്റമോൾ ഗുളിക കൊടുത്തു. എന്നിട്ട് പനി മാറുന്നില്ലാത്തത് കൊണ്ട് ഉച്ചയ്ക്ക് ഒരു പാരസെറ്റമോൾ ഗുളിക കൂടി കൊടുത്തു. എന്നിട്ടും പനി മാറുന്നില്ല ഡോക്ടറെ. അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു, ഇനി ഒന്നും ചെയ്യാനില്ല. കാരണം പാരസെറ്റമോൾ ഒരു കാരണവശാലും പൂച്ചകൾ കൊടുക്കുവാൻ പാടുള്ളതല്ല. ഇങ്ങനെ ഒരുപാട് മെഡിസിൻസ് ഉണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവരെ, മനുഷ്യന് കൊടുക്കുന്ന എല്ലാ മെഡിസിൻസും പൂച്ചകൾക്കൊന്നും എടുത്ത് കൊടുത്തു കളയരുത്. വലിയ കുഴപ്പമായി മാറും. പല മരുന്നുകളും പൂച്ചകൾ കൊടുക്കാൻ പാടില്ല. ഉദാഹരണത്തിന് ഏറ്റവും വലിയ ഉദാഹരണം പാരസെറ്റമോളാണ്. പാരസെറ്റമോൾ പൂച്ചകൾ കൊടുക്കാനേ പാടില്ല. കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ കരളിന് വളരെ സങ്കീർണമായി കേടുപറ്റും. അതുപോലെ തന്നെ രക്തത്തിനകത്തെ RBCs നശിച്ചു പോകാൻ കാരണമാകും. അതുപോലെ തന്നെ വളരെ മരണകാരണമായേക്കാവുന്ന പല രാസപ്രവർത്തനങ്ങളും ശരീരത്തിലുണ്ടാകുന്നു. അതുപോലെ തന്നെ മറ്റ് പല ഡ്രഗുകളുമുണ്ട്. ഉദാഹരണത്തിന് വേദന സംഹാരികളായിട്ടുള്ള ഇൻഡോമെത്താസിൻ, ഡൈക്ലോഫെനാക്, അസെക്ലോഫെനാക്, ഐബുപ്രോഫൻ, പൈറോക്സിക്കാം മുതലായ ഈ ഡ്രഗുകളൊന്നും ഡോഗിന് കൊടുക്കാൻ പാടില്ല, പൂച്ചകൾ കൊടുക്കാൻ പാടില്ല. അസറ്റൈൽ സാലിസിലിക് ആസിഡ്, ആസ്പിറിൻ പൂച്ചകൾ കൊടുക്കാൻ പാടില്ല, ഡോഗിന് പോലും കൊടുക്കാൻ പാടില്ല. ഹ്യൂമൻസിൽ ആസ്പിറിൻ ഹാർട്ടിൻ്റെ അകത്ത് രക്തം കട്ട പിടിക്കാതിരിക്കാൻ വേണ്ടി കൊടുക്കുന്ന ടാബ്ലറ്റാണ് ആസ്പിറിൻ. ഈ ആസ്പിറിൻ ഒന്നും പൂച്ചകൾക്കോ നായ്ക്കൾക്കോ കൊടുക്കാൻ പാടില്ല. അതുപോലെ തന്നെ ഡൈഫെനോക്സി ബെൻസമിൻ, ഇത് കൊടുത്തു കഴിഞ്ഞാൽ വളരെ ടോക്സിക്കാണ്. നാപ്രോക്സൻ ടോക്സിക്കാണ്. അങ്ങനെ ഒരുപാട് ടോക്സിക് ആയിട്ടുള്ള പോയ്സണസ് ആയിട്ടുള്ള ഹ്യൂമൻസ് കഴിക്കുന്ന ഡ്രഗുകൾ ഉണ്ട്. അതൊന്നും എടുത്ത് കൊടുത്തു കളയരുത്. ഒരു ഡോക്ടറോട് ചോദിച്ച് അദ്ദേഹത്തിൻ്റെ അനുമതിയോടുകൂടി മാത്രമേ ചെയ്യാവൂ. ഓർക്കുക, പല ഡ്രഗുകളും ഡോഗ്സിനും ക്യാറ്റ്സിനും ടോക്സിക്കാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണമാണ് പാരസെറ്റമോൾ. പാരസെറ്റമോൾ യാതൊരു കാരണവശാലും നിങ്ങളുടെ പൂച്ചകൾക്ക് കൊടുക്കരുത്. വളരെ ടോക്സിക്കാണ്. മരണം സുനിശ്ചിതമാണ്. വളരെ സൂക്ഷിക്കുക.